അഖിലേന്ത്യാ അടിസ്ഥാനത്തിലും അതോടൊപ്പം സാർവദേശീയ അടിസ്ഥാനത്തിലുമൊക്കെ ഈ ലഹരി മരുന്നുകളുടെ വ്യാപാരവും അതിൻ്റെ ക്രയവിക്രയവും വർദ്ധിച്ചു വരുന്ന കണക്കുകളാണ് ഓരോ വർഷവും പുറത്തു വരുന്നത്. അപ്പോൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ ഇന്ത്യയിലെ മറ്റ് നിരവധി സംസ്ഥാനങ്ങളിൽ വ്യാപകമായ ഇപ്രകാരമുള്ള ഇടപാടുകൾ നടക്കുകയും എന്നാൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളോ അല്ലെങ്കിൽ അന്വേഷണങ്ങളോ പിടിക്കപ്പെടുന്ന സംഭവങ്ങളോ ഒക്കെ താരതമ്യേന കേരളത്തിനെ അപേക്ഷിച്ച് കുറവാണ്. പക്ഷേ കേരളത്തിൽ ഇക്കാര്യത്തിൽ ഏത് തരം മയക്കുമരുന്ന് ഇടപാടുകൾ നടന്നാലും ചെറിയ സന്ദർഭങ്ങൾ മുതൽ വലിയ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ വരെ അത് പിടിക്കപ്പെടുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിലും അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ഈ കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പുവരുത്തുന്ന കാര്യത്തിലാണെങ്കിലും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കേരളം അക്കാര്യത്തിൽ വളരെ സീരിയസ് ആയി കാര്യങ്ങളെ കാണുന്ന ഒരു സ്റ്റേറ്റാണ്. അപ്പോൾ മാധു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. കേരളത്തിൽ ഇതിൻ്റെ ഒഴുക്ക് എങ്ങനെയാണ് നമുക്ക് നേരിടാൻ കഴിയുക? അതല്ലെങ്കിൽ ഇപ്രകാരമുള്ള വിപണനവും അതിൻ്റെ കൈമാറ്റവും ഓരോ ദിവസത്തെ വലിയ വാർത്തകളായി വരുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി തന്നെയാണ് കേരളീയ സമൂഹവും അതോടൊപ്പം സർക്കാരും കാണുന്നത്. സർക്കാർ എടുത്ത നടപടികളെയും എക്സൈസ് വകുപ്പിൻ്റെ ഈ ഘട്ടത്തിലെ പ്രവർത്തനങ്ങളെയും സംബന്ധിച്ച് മാധു തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ ഒരു മാധ്യമ ധർമ്മം എന്ന നിലയിൽ ഗവൺമെൻറ് എടുക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ കാണുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നതിൽ എനിക്ക് വ്യക്തിപരമായിട്ടും വലിയ ഒരു തൃപ്തി അക്കാര്യത്തിലുണ്ട്. ഇവിടെ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഇപ്പം നമ്മുടെ സിനിമാ മേഖലയിൽ ഇപ്പോൾ നമ്മൾ വാർത്തകളിലൊക്കെ ഇടം നേടിയിട്ടുള്ള അത് ഷൈൻ ടോം ചാക്കോ ആകട്ടെ, ശ്രീനാഥ് ഭാസി ആകട്ടെ, ഖാലിദ് റഹ്മാൻ ആകട്ടെ, അതോടൊപ്പം ഇപ്പോൾ പിടിക്കപ്പെട്ടിട്ടുള്ള അഷ്റഫ് ഹംസയാകട്ടെ, ഇവരൊക്കെ സിനിമയിലെ ഏതെങ്കിലും പുതുമുഖങ്ങളല്ല, അതല്ലെങ്കിൽ സിനിമയിൽ പെട്ടെന്ന് വരുന്ന ആളുകളല്ല. ഒരുപാട് കാലമായി വളരെ പ്രധാനപ്പെട്ട പോപ്പുലർ സിനിമകളുടെയൊക്കെ ഭാഗമായി പ്രവർത്തിച്ച നടന്മാരും സംവിധായകരും സഹരചയിതാക്കളും ഒക്കെയായി കേരളീയ സമൂഹത്തിന് ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. മാധു പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവരെ സംബന്ധിച്ച് ആരാധിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. സിനിമാ താരങ്ങൾ എന്ന നിലയിലൊക്കെ ആരാധിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇപ്പോൾ ആലപ്പുഴ ജിംഖാന പോലെ, ഉണ്ട പോലെ, തല്ലുമാല പോലെ, അനുരാഗ കരിക്കിൻ വെള്ളം പോലെ വളരെ പോപ്പുലറായിട്ടുള്ള സിനിമകളുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ആളാണ് ഖാലിദ് റഹ്മാൻ. ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് പോലുള്ള സിനിമകളുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ച, തല്ലുമാല പോലുള്ള സിനിമകളുടെ ഭാഗമായി പ്രവർത്തിച്ച ആളാണ് അഷ്റഫ് ഹംസ. അപ്പോൾ ഇവരെ സംബന്ധിച്ച് വളരെ പോപ്പുലറായ സിനിമകളുടെ ഭാഗമായി പ്രവർത്തിച്ചവരാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ഷൈൻ ടോം ചാക്കോ ആകട്ടെ, ശ്രീനാഥ് ഭാസി ആകട്ടെ, വളരെ പോപ്പുലറായിട്ടുള്ള നടന്മാരാണ്. ഇവരുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഗുരുതരമായ ഇത്തരം പ്രശ്നങ്ങൾ കേരളം ചർച്ച ചെയ്തേ മതിയാവും. അതിന് നിയമപരമായ നടപടികൾ സ്വീകരിക്കും. നിയമപരമായ നടപടികൾക്ക് മുന്നിൽ സെലിബ്രിറ്റിയാണോ, സെലിബ്രിറ്റി അല്ലയോ, അതല്ലെങ്കിൽ പോപ്പുലർ ആണോ, നോൺ പോപ്പുലർ ആണോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല. മയക്കുമരുന്ന് നിരോധന നിയമപ്രകാരവും ക്രിമിനൽ നിയമപ്രകാരവും ഇടക്കാലത്ത് പ്രത്യേകിച്ചും എന്ന് ഞാൻ എടുത്തു പറയുകയുണ്ടായി. കർശന നടപടി സ്വീകരിക്കും. നമ്മുടെ സംസ്ഥാനത്ത് ഇത്ര വിപുലമായ ഒരു ശൃംഖല വളർന്നു പിടിക്കുന്നത് ഒരു സുപ്രഭാതത്തിലല്ല. ഇപ്പോൾ പണം മുടക്കാൻ കഴിവുള്ള ഒരാൾക്ക്, താല്പര്യമുള്ള ഒരാൾക്ക്, ഇത് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ആളുടെ കൈകളിലേക്ക് ഇത് വരുന്നുണ്ടെങ്കിൽ അതിന് പര്യാപ്തമായ ഒരു നെറ്റ്വർക്ക് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെപ്പറ്റി നമുക്ക് കൃത്യമായ വിവരങ്ങൾ ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിന്റെ വേരർക്കുക എന്നുള്ളത് നമ്മൾ തുടർ പ്രഖ്യാപനങ്ങളിൽ പറഞ്ഞാൽ പോരല്ലോ, നമുക്കത് സാധ്യമാവേണ്ടതായിരുന്നില്ലേ? നിയമത്തിന്റെ എത്ര ചെക്ക് പോസ്റ്റുകൾ കടന്നിട്ടാണ് നമ്മുടെ സംസ്ഥാനത്തേക്ക് ഈ ലഹരി ഒഴുക്കുണ്ടാകുന്നത്? നമുക്ക് എന്തുകൊണ്ടാണ് അത് കാണാനും തടയിടാനും കഴിയാതെ പോകുന്നത്? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിർമ്മാതാക്കൾ തന്നെ ആദ്യം ആവശ്യപ്പെട്ടു, എന്നിട്ട് അവർ തന്നെ വിമർശനവുമായി വീണ്ടും രംഗത്ത് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് ആ തുടർ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ പോയത്? ഇതിലിപ്പോൾ ഈ ചലച്ചിത്ര മേഖലയിലെ പ്രശ്നങ്ങളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ ചലച്ചിത്ര മേഖലയിൽ മാത്രമല്ല, സമൂഹത്തിൽ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ പുതിയ അധോലോകങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ പണം പെട്ടെന്നുണ്ടാക്കാനുള്ള വ്യഗ്രതയും
അതോടൊപ്പം പെട്ടെന്ന് തന്നെ പിന്നെ ലഹരിക്ക് അടിപ്പെടാനുള്ള സാഹചര്യവും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ അന്തർലീനമാണ്. അത് കേരളത്തിൻ്റെ എന്നല്ല, ഇന്ത്യയുടെ എന്നല്ല, പുതിയ ലോക സാഹചര്യത്തിൽ അത് വ്യക്തമാണ്. പിന്നെ മാധു ചോദിച്ചല്ലോ, നിർമ്മാതാക്കളോ സംവിധായകരോ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ പിന്നെ ഗവൺമെൻറ് പരിഗണിക്കേണ്ടത്. ഗവൺമെൻറ് അക്കാര്യങ്ങളിലെല്ലാം ജാഗ്രതയോടെ തന്നെയാണ് ഇടപെടുന്നത്. ഇപ്പോൾ ഒരു പരാതി സീരിയസ് ആയിട്ട് ഗവൺമെൻറ്റിൻ്റെ മുന്നിലേക്ക് വന്നാൽ, അതല്ലെങ്കിൽ എക്സൈസ് വകുപ്പിൻ്റെ മുന്നിൽ സൂചന വന്നു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ വാർത്തകളായോ വിവാദങ്ങളായോ ഒക്കെ ഉയർന്നു വന്നാൽ ഗവൺമെൻറ് കണ്ണടക്കില്ല. നമ്മുടെ മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഗവൺമെൻറ് കണ്ണടക്കില്ല, ശക്തമായ നടപടി സ്വീകരിക്കും. പിന്നെ രണ്ടാമത്തെ പ്രശ്നം, ഇതിൻ്റെ ഭാഗമാകുന്ന കുറ്റവാളികൾ, നിങ്ങൾ പറഞ്ഞ വളരുന്ന ശൃംഖല, ഇത് നാട്ടിലെ മോഷണം പോലെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ മറ്റ് പരമ്പരാഗതമായി നാം കാണുന്ന കുറ്റകൃത്യങ്ങൾ പോലെയോ അല്ല. ഈ കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം എന്താണ്? ഇതിന് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാങ്കേതിക സൗകര്യങ്ങൾ ഇതിനുപയോഗിക്കുന്നു. സമൂഹത്തിലെ വമ്പൻ സ്രാവുകളടക്കം, വലിയ സെലിബ്രിറ്റികളടക്കം, സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ടെന്ന് നാം കരുതുന്ന ഇത്തരം സിനിമാ മേഖലയിലെ ആളുകൾ ഉൾപ്പെടെ അതിൻ്റെ ഭാഗമാകുന്നു. പിന്നെ നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല, നിരവധി സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ ശൃംഖലകൾ ഉണ്ടാവും. അതിനെ സംബന്ധിച്ച് പോലീസിനോ എക്സൈസിനോ നമുക്ക് സൂചന കിട്ടിയാൽ ശക്തമായ നടപടി സ്വീകരിക്കുക. അതോടൊപ്പം നമ്മുടെ സ്കൂളുകളിലാകട്ടെ, കോളേജുകളിലാകട്ടെ, സ്ഥാപനങ്ങളിലാകട്ടെ ഇതിൻ്റെ ഒഴുക്ക് സംഭവിക്കുന്നുണ്ടോ എന്നുള്ള സൂക്ഷ്മമായ പരിശോധന ശക്തമാവണം, ശക്തിപ്പെടുത്തണം. അതിന് ഗവൺമെന്റ് ഇപ്പോൾ ഒരു മെക്കാനിസം ആരംഭിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് മാത്രം പോരാ, നമ്മുടെ സമൂഹത്തിലെ നാനാതുറകളിലുള്ളവർ ഇക്കാര്യത്തിൽ ഏത് തരം കുറ്റകൃത്യവും മയക്കുമരുന്നിടപാടും ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മൾ ഒറ്റക്കെട്ടായി, അവിടെ കക്ഷി രാഷ്ട്രീയമോ ജാതിമത വ്യത്യാസമൊന്നുമില്ല, ഇതിനെ ഒറ്റക്കെട്ടായി ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയായി നമുക്ക് ശക്തമായി നേരിടണം. അതിന് ഒരഭിപ്രായ വ്യത്യാസവും കേരളീയ സമൂഹത്തിൽ ഉണ്ടായി വരില്ല. പക്ഷെ പല വഴികളിലൂടെ ഇത് ചെക്ക് പോസ്റ്റുകൾ എന്നുള്ള നിലയിലുള്ള നമ്മൾ കാര്യങ്ങൾ മാത്രം കാണണ്ട. ഏതൊക്കെ ആളുകളിലൂടെ, ഏതൊക്കെ ശൃംഖലകളിലൂടെ ഇത് വരുന്നു, ഇത് ഏതൊക്കെ വെഹിക്കിളുകളിലൂടെ വരുന്നു, ഇത് സമൂഹത്തിൽ ഏതൊക്കെ തുറകളിൽ വ്യാപിക്കുന്നു, ഇതൊക്കെ ശരിയാണ്. ഇതിലൊന്നും എനിക്ക് അങ്ങയുടെ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷേ ഇവിടെയൊക്കെ കൃത്യമായ വിജിലൻസ് നിറവേറ്റാൻ കഴിയുന്ന ഒരേ ഒരു സംവിധാനം സർക്കാരാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചോദിക്കാനുള്ള ഒരേ ഒരു സംവിധാനം സർക്കാരാണ്. നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരേ ഒരു സംവിധാനം സർക്കാരാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങയോട് ചോദിക്കുകയും ചെയ്തത്.